ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാല് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ ക്ലാസിന്റെ ഓപ്പണിംഗ് ആയിരുന്നു. നമ്മുടെ പുനലൂരത്തെ ക്ലാസിന്റെ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. പുനലൂർ ഇത്രയും ഹൈപ്പിലൊരു ക്ലാസ്, ഇത്രയും എന്താ പറയാ, ഇത്രയും സെറ്റപ്പോടെ അടിപൊളിയോടെ ഒരു ക്ലാസ് തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം എന്താ പറയാ എല്ലാം അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പുല്ലൂർ ഒരു ക്ലാസ് തുടങ്ങാൻ പറ്റി. ഒരുപാട് കുട്ടികൾ അതിലുപരി നമ്മളുമായിട്ട് സഹകരിച്ച് അവിടെ എത്തിയിരുന്നു. എല്ലാത്തിനും ഒരുപാട് 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 സന്തോഷം. ഈ വ്ളോഗ് ആരെങ്കിലും ഒക്കെ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ, ഇന്ന് വന്ന കുട്ടികൾ കാണുവാണെങ്കിൽ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ, എനിവേ ഇന്ന് നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ, കാരണം ഇന്ന് നമ്മുടെ ക്ലാസിന്റെ ഉദ്ഘാടനത്തിന്റെ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ അതിനകത്ത് നിന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. നമ്മളല്ലാതെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും വിശന്നിരുന്നിട്ടാണ്. നമ്മുടെ എൻ്റെ മുറപ്പെണ്ണുങ്ങൾ രണ്ടുപേരും അവരുടെ മക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ബാക്കിയുള്ളവരും ഉണ്ട്, അപ്പുറത്തുണ്ട്. അപ്പം അതിന്റെ ഇപ്പൊ നമുക്ക് വിശന്നിരുന്നോണ്ട് എല്ലാവരും കൂടെ കപ്പ ബിരിയാണി വെക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പൊ അതിന്റെ ചീനി അരിഞ്ഞു തുടങ്ങി നമ്മള്. അപ്പം അതിന്റെ ഒരു വ്ളോഗ് എടുക്കാണ്. ഇപ്പൊ ചേച്ചിമാര് ചീനി അരിഞ്ഞിട്ട് മുറപ്പെണ്ണുങ്ങൾ രണ്ടുപേരും പെങ്ങളുടെ ഡ്രസ്സ് മാറാൻ കയറിയേക്കുന്നു. അതാണ്ട് മോൻ ഇവിടെ ഉണ്ട്, ശക്തി ഇവിടെ ഉണ്ട്, സിദ്ധൂട്ടൻ ഇവിടെ ഉണ്ട്. സിദ്ധുട്ടാ മോളെ അതെ, നമ്മുടെ കൊച്ചുണ്ടാപ്രി ഇവിടെ കിടപ്പുണ്ട്. സിദ്ധുട്ട ഒരു ഹലോ പറഞ്ഞടാ. സിദ്ധുട്ട ഇവിടെ ഉണ്ട്, ശക്തിമോ ഇവിടെ ഉണ്ട്. ചേച്ചിമാര് എല്ലാരും കൂടെ റൂമിൽ ഡ്രസ്സ് മാറാൻ കയറിയേക്കാണ്. കണ്ട ഒരാള് ഇവിടെ ഉണ്ട്. കണ്ട സവാളയും കൊണ്ട് പോവാണ്. ഇനി സവാള അരിയുന്ന വീഡിയോ എടുക്കാട്ടോ. കണ്ടേ എന്റെ സീതമോള് തങ്കക്കുട്ടി ഇവിടെ ഉണ്ട്. കണ്ടേ നമ്മുടെ മാതാസി ഇതാണ്ട പാത്രം കഴിവാണ്. കൊച്ചുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ മിട്ടുചേട്ടോ എല്ലാരും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോവാം. ചേച്ചിമാരെ ഇറങ്ങിയിട്ട് ആ ചേച്ചിമാരെ കാണിക്കാം. ഓക്കെ, കപ്പ ബിരിയാണി ഗേറ്റ് തുറക്കുന്നോ? ഇല്ല, ഒരു മിനിറ്റ്. നമ്മുടെ പൂച്ചക്കുഞ്ഞ് വന്ന് തട്ടിയതാടി. അവള് വന്ന് തട്ടിയതാ, അതിന്റെ സൗണ്ട് കേട്ടതാ. ഓക്കെ, അപ്പം നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിരക്കായിപ്പോയി. കാരണം ഇന്നത്തെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കോൾസും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു. അതുകൊണ്ടാണ്, സോറി ഗൈസ്. എന്തായാലും താണ്ടെ ഉണ്ടാക്കി വെച്ചത് ഞാൻ വരാഞ്ഞുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് തണുത്ത് പോയി. താണ്ടെ ഇപ്പം അത് ചൂടാക്കാനുള്ള സെറ്റപ്പ് ഇരിക്കുക. എൻ്റെത് ഇവള് കൊണ്ടുവന്ന് തന്നില്ലേ, അവളതീ കൊണ്ടുവന്ന് ഇട്ട്. ഓക്കെ, അപ്പം അത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ 2-3 പേര് ഓൾറെഡി കഴിച്ചു തുടങ്ങി. കുഞ്ഞുങ്ങൾ 2 പേര്, ശക്തിയും ശ്രീയും കഴിച്ചു തുടങ്ങി. എന്താണ്ട് അവിടെ ഒരുത്തി കപ്പ ബിരിയാണി എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. എന്ത് പറ്റി? ആശാത്തിക്ക് വയറുവേദനയാണ്, അതുകൊണ്ടാണ് അവളിങ്ങനെ കിളി പോയി ഇരിക്കുന്നത്. കുഴപ്പമില്ല. അമ്മ താണ്ട ചോറും എടുത്തോണ്ട് വരും. അമ്മ വ്രതം ആയതുകൊണ്ട് അമ്മ ചോറ്, സാമ്പാർ, അച്ചാറ് ഇല്ലേ ഇല്ലേ മോളെ എന്താ. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചിമാർ 2 പേരും മോളും ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവരെയും കാണാം. അന്നേരം കുളിക്കാൻ പോയ ആൾക്കാരാണ്, കുളിക്കാനും ഡ്രസ്സ് മാറാനും പോയത്. അതാണ്ടേ ഒന്നേ ഇതിനെ പിന്നെ സവാളയും കൊണ്ട് പോയത് കണ്ടായിരുന്നല്ലോ. അതാണ്ടേ രണ്ട് ഇവളുടെ നേരത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു ചീനി അരിയുന്നതിൻ്റെ. ഞാനത് ആ ചീനി അരിയുന്നതിൻ്റെ വീഡിയോ ഞാൻ അതിനകത്ത് വോയിസ് മൈക്ക് ചാർജ് ചെയ്തിട്ട് ഓഫായിപ്പോയി. അപ്പോൾ ആ വോയിസ് ഞാൻ ഡബ് ചെയ്തിട്ട് ഞാൻ ഷോർട്സിനകത്ത് ഇടാം. ഭയങ്കര കോമഡി എന്നെ കൊച്ചു ചീനി അരിയുന്ന കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചൂടാക്കി അത് കൊണ്ടുവരുമ്പോൾ നമുക്കത് കാണാം. ഓക്കെ, എൻ്റെ കൊച്ച് എനിക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വലിയ മറപ്പെണ്ണിന് എവിടെയാണ് ഇക്കളെന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരു ഘട്ടം
കാലിന്റെ മുട്ടിനാ ചേച്ചിക്ക് ഇക്കിളാണ് കടിച്ചു പിടിച്ചിരിക്കുക കേട്ടോ. ഇത് ഞാൻ ചേച്ചി അറിയാതെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പറഞ്ഞോണ്ടല്ലേ ചേച്ചിക്ക് മനസ്സിലായേ, അല്ലാതെ ഞാൻ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പിടിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ അത് പെട്ടെന്ന് ചെയ്തപ്പോ അല്ല മോള് പറഞ്ഞപ്പോ ഞാൻ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി വീഡിയോ എടുത്തേ. പറഞ്ഞോ? ഇവക്കാണെങ്കിൽ 1 വയസ്സാവുന്നതിന് മുമ്പേ അച്ഛന് അമ്മേലെ വെട്ടാൻ പോകുന്നില്ല, റബ്ബർ വെട്ടാൻ പോകുന്നത് അമ്മയും കൂടെ പോകും. ഫുഡ് ഉണ്ടാക്കി കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടൊക്കെ പോകും. അപ്പൊ ഇവളെ നോക്കണം എന്ന് പറഞ്ഞത് എന്നെ ഏൽപ്പിച്ച് ഡൽഹി പോകുന്നത്. അപ്പൊ എന്നെ ഏൽപ്പിച്ച് ഡൽഹി പോകണം. അപ്പൊ ഞാനും ഉണ്ട് ഇവളും ഉണ്ട്, വീട്ടിൽ കാവലിനൊരു പട്ടിയുണ്ട്, അവനും ഉണ്ട്. ഇങ്ങനെ ഏൽപ്പിച്ചു. ഞാൻ എന്താ ഇത്ര ഞങ്ങൾ തമ്മിലുള്ള 6 വയസ്സ് ഡിഫറൻസ്. നമുക്ക് 1 വയസ്സുണ്ട്, എനിക്ക് എത്ര വയസ്സുണ്ട്? 7 വയസ്സുള്ള ഞാനാണ് 1 വയസ്സുള്ള എവളെ നോക്കുന്നത്. ആലോചിച്ച് നോക്കണം, എന്തോ പ്രായമുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ എവളെ ഫുഡ് കൊടുക്കുന്നത് അതെല്ലാം കറക്റ്റ് നോക്കൂടാ. ഞാൻ അതൊന്നും ഒരു കുഴപ്പമില്ല, അമ്മ എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഇവള് കരഞ്ഞപ്പോ ഞാനിങ്ങനെ പട്ടിയുണ്ട്, നമ്മൾ തുടങ്ങാൻ പറ്റില്ല, പട്ടി നമ്മൾ ഞങ്ങളെ നോക്കണം, നമ്മൾ വാതൊക്കെ ഇങ്ങോട്ട് മാറത്തില്ല. അങ്ങനെ തന്നെയല്ലോ ഇവളാണെങ്കിൽ കരഞ്ഞു. ഇവള് ഭയങ്കര കരമിന് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിരിപ്പിക്കുന്നത്. അമ്മ വരണമല്ലോ, അമ്മ വരുമ്പോ 2-2:30 കൊണ്ട് കഴിഞ്ഞിട്ട് അമ്മ വരുന്നത് ഉച്ചയ്ക്ക് വന്നിട്ട് വരുന്നവരെ ഞാൻ നോക്കി വരിക. അപ്പൊ ഇവള് കരഞ്ഞപ്പം ഈ പാളയുണ്ടല്ലോ വലിച്ചോണ്ട് വന്നത്, പണ്ടത്തെ പാളെ വെച്ച് ഇങ്ങനെ വലിച്ചോണ്ട് നടക്കൂടെ. പാളെ വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ വലിച്ചോണ്ട് പാളെ വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ വലിച്ചോണ്ട് നടക്കൂടാ. ഇവള് പിന്നെ ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ചെറിയ ചരിവിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ഈ റബ്ബറിന്റെ പ്ലാറ്റ്ഫോം ഇല്ലേ മേളിൽ അങ്ങ് ചരിഞ്ഞ് കിടക്കും. കയറി അവിടെ ചെറിയ ചരിവായിട്ടുണ്ട്, നടന്നു. അപ്പൊ അവിടെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും, അത് ഇറങ്ങി വരും. ഇപ്പൊ ഇവിടെ ഭയങ്കര ചിരിയാ കേട്ടോ. അങ്ങനെ അടിച്ചു ഉരുത്തിയൊക്കെ താത്ത് അല്ലടാ, ഞാൻ ഒത്തിരിയോട്ട് ആക്കിയതാ. അപ്പൊ വളരെ മാമൻ പറഞ്ഞ് അവളെ എന്താ സൂക്ഷിക്കണേ, കൊച്ചിനെ നോക്കിക്കോളാം. ഇല്ല ഒത്തിരിയോട്ട് ആക്കിയടാ, 3-4 വേണ്ടില്ലല്ലോ. അടുത്ത പ്രാവശ്യം കൊണ്ടാക്കിയപ്പോൾ ഇവള് ഉരുണ്ടങ്ങ് വീണടാ, എന്തോരം കരച്ചിലായിരുന്നു. പിന്നെ തറ കൊണ്ട് ചിരി അങ്ങ് നിന്നില്ലേ. അങ്ങനെ ഉരുട്ടി ഇവിടെ ഉറച്ചു പോയിട്ടാ പിന്നെ പൊങ്കാഞ്ഞ നീളം വെക്കാനല്ലേ. അല്ലെങ്കിൽ പറ്റിയതായിരിക്കും ചെവുക്കല്ലടിച്ചത്. എന്തായാലും ഇങ്ങനെയുള്ള കുറെ കോമഡികളൊക്കെ ഇതിന്റെ ഇടയ്ക്ക് വരും. ഇത് അങ്ങോട്ട് നോക്ക്, ഇത് അങ്ങോട്ട് നോക്ക്, ഞാൻ ഓടുവാ. എനിക്ക് 1 2 നല്ല ദൂണ്ടൊരു പ്ലേറ്റ് ഇരിക്കുന്നു. 4ആയി. ചേച്ചിക്കുള്ളുണ്ട്, ചേച്ചിക്കുള്ളുണ്ട്. എന്നാ ബാക്കിയുള്ളത് ഇതിനകത്തോട്ട് ഇട്, നമുക്ക് എല്ലാവരും കൂടെ തിന്നാം. ഞങ്ങൾ എല്ലാരും അത് ചൂടാക്കി എടുത്ത് താണ്ടേ കണ്ടിട്ട് വായി വെള്ളം വരുന്നത് സത്യം പറയട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം കഴിക്കാൻ കാത്തു തന്നെയാ, പോയി കഴിക്കാം നമുക്കിനി. ദൈവമേ, ഇതൊക്കെ എന്താ നമ്മളെ വെല്ലേച്ചി കാണണോ ഇല്ലേ? വെല്ലേച്ചി പ്യാവും. കയറി ചേച്ചി. അപ്പൊ താണ്ടേ എല്ലാരും ഉണ്ട്. അമ്മ 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 ഇങ്ങോട്ട് നോക്ക്. താണ്ടേ അതെ, എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുവാണ്. അമ്മ ഓൾറെഡി ചോറ് കഴിച്ചു കഴിഞ്ഞു. അവളിപ്പോ 2ാമത് എടുത്തതാ നമ്മുടെ ദേവിമോള്. പിന്നെ ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് അത് നോക്ക്, കണ്ടോ ക്ലോസ് റേഞ്ച് കണ്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിട്ട് ഇരിക്കുകയാണ്. ഇനി ഇത് കഴിക്കട്ടെ. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ചിക്കൻ്റെ എല്ലും തിന്നിട്ട് ഒരാൾ പോകുന്നുണ്ടോ കണ്ടോ? മുത്തേ എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു മുത്തേ? മൂക്കുന്നു 2 കൂടെ ഇപ്പം അടിയാവും. പെട്ടെന്നാവട്ടെ. അപ്പൊ ഫുഡ് കഴിപ്പ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ സമയം 1:45, വെളുപ്പിന് 1:45, അതായത് 2-ാം തീയതി 1:45, മാർച്ച് 2 1:45 ആയിട്ടുണ്ട്.
അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞു. സീതമോള് സിദ്ധൂട്ടൻ രണ്ടുപേരും ഉറങ്ങി. ബാക്കി നമുക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. കൊച്ചുണ്ടാപ്പയാണ്ട് ഇവിടെ ഇരിക്കുന്നു കഴിച്ചിട്ട്. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.